ഞാൻ ഇന്നൊരു കോവിഡ് ടെസ്റ്റ് എടുത്തു. ആക്ച്വലി 5 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു കോവിഡ് ടെസ്റ്റ് എടുക്കുന്നത്. എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കെൻ്റെ സിംറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്തോ അങ്ങനെ റിലേറ്റ് ചെയ്യാനാണ് തോന്നിയത്. കുറച്ച് ദിവസമായിട്ട് ആ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. ടെസ്റ്റ് എടുത്താലോ ഒരു കൺഫ്യൂഷൻ പോലെ. എൻ്റെ ഫീവറൊക്കെ കുറച്ച് സെറ്റിലായി. പക്ഷേ എന്നാലും എനിക്കറിയില്ല, ചില സമയത്ത് നമുക്ക് അങ്ങനെ ഗട്ട് ഫീലിങ്സ് ഉണ്ടാവും, നമ്മളതിനെ ട്രസ്റ്റ് ചെയ്യണമെന്ന് പറയുമല്ലോ. അപ്പം അങ്ങനെ എടുക്കാമെന്ന് കരുതി ഇന്നൊരു കോവിഡ് ടെസ്റ്റ് എടുത്തു. അപ്പം എന്നോട് എടുക്കാൻ വന്ന ആൾ ചോദിച്ചു, ലാസ്റ്റ് എപ്പോഴാണ് ടെസ്റ്റ് എടുത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു 5 years മുന്നേ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ആൾ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ 5 years മുന്നേ ഉള്ള ലൈഫും ഇപ്പോഴുള്ള ലൈഫും കമ്പയർ ചെയ്യാൻ തുടങ്ങി. കമ്പാരിസൺ ഇൻ ദ സെൻസ് നെഗറ്റീവായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്താണ് ലൈഫിൽ ചേഞ്ച് വന്നതെന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര വിശദമായിട്ട് അങ്ങനെ പറയാമെന്നല്ല ഉദ്ദേശിച്ച ഈ വീഡിയോയിൽ. പക്ഷേ ഇങ്ങനെ ഒരു തോട്ട് ഇട്ട് തരാമെന്ന് പറയില്ലേ കേൾക്കുന്നവർക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പം നമ്മളിപ്പം 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന നമ്മളല്ല ഇപ്പോൾ ഉള്ളത്. 5 വർഷം മുമ്പെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, കൊറോണയുള്ള സമയമായിരുന്നു. അന്ന് പഠിച്ചുകൊണ്ടിരുന്ന പലരും ഇന്ന് ജോലിക്കാരായി. അതുപോലെ അന്ന് ഓൾറെഡി വർക്കിംഗ് ആയിരുന്നവർ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലായിരിക്കില്ല ചിലപ്പോൾ ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ സ്വപ്നം കാണാത്ത പലതുമാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ എ പോസിറ്റീവ് സെൻസ്. എൻ്റെ സ്വപ്നത്തിൽ എവിടെയും ഇല്ലാതിരുന്ന കുറേ കാര്യങ്ങൾ ഞാനിപ്പം ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടാന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞാൻ ഇന്ന് ഭയങ്കര ചെയ്യാൻ ആഗ്രഹിച്ച് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, അത് കുറേയൊക്കെ നമുക്ക് പണ്ട് വേണ്ടാന്ന് തോന്നിയാലും പിന്നീട് ലൈഫ് ഏതൊക്കെയോ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് കൊണ്ടുതരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ പലതും ഞാൻ വേണ്ടാന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിന്നെ അതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര അതിശയം തോന്നിയൊരു കാര്യമാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ നേച്ചർ ഭയങ്കര മാജിക്കലാണെന്ന് പറയുന്ന പോലെ എനിക്ക് ലൈഫും ഭയങ്കര ഒരു മിസ്റ്ററി പോലെ. എനിക്കങ്ങനെ അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് നമ്മളൊരു കാര്യം വിചാരിക്കും, പക്ഷെ നാളെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നടക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നേ ഇല്ല. നമ്മൾ തന്നെയാണ്, പക്ഷെ എവിടേക്കോ നമുക്ക് ചേഞ്ച് വരുന്നില്ലേ എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിപ്പം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്താൽ അത് നമ്മുടെ അടുത്ത് എത്തും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വളരെ ഒരു സാധാരണക്കാരിയാണ്. ഇപ്പോഴും ഒരു സാധാരണ ജീവിതം തന്നെയാണ് എൻ്റെത്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരു സാധാരണ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്ക് എപ്പോഴേക്കും എൻ്റെ പഴയ ലൈഫ് ആലോചിക്കുമ്പം തോന്നാറുണ്ട്, ഒത്തിരി പേര് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നില്ലേ. അപ്പം ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ടല്ലേ ഇരിക്കേണ്ടത്. എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യണതിന് പകരം ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചതിൽ ഞാൻ എന്നെക്കുറിച്ച് സ്വയം അഭിമാനിക്കുകയും വേണം. എൻ്റെ ചുറ്റുമുള്ളവർക്ക് ആ ഒരു പോസിറ്റിവിറ്റി കൊടുക്കുകയും വേണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തോട്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക.